ഇതാണ് എന്റെ വീട്. മറ്റേ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വീടിന്റെ കാര്യം പൂർത്തിയാക്കാനുള്ള സ്ഥലം ഉണ്ടാവും. രോഹിത്തേട്ടാ, കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകൾക്കൊപ്പം കപ്പ കഴിച്ചതിനെ ട്രോളിയവർ ഈ നാട്ടിലുണ്ട്. പക്ഷെ അവരൊന്നും കാണാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. മുഹമ്മയിൽ ഗവേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൾ ഗൗരി, 5ാം ക്ലാസ്സുകാരി, ഒരു ബൾബ്സ് എന്ന് പറഞ്ഞിട്ട്, പവർ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൾബ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ആ കുട്ടിക്ക് വീട് നിർമ്മാണം, അതുപോലെ തന്നെ അച്ഛന്റെ ചികിത്സാ സഹായം, ഇതൊക്കെ ചെയ്ത KC വേണുഗോപാലിനെ എന്തുകൊണ്ട് ഇവരാരും കാണുന്നില്ല? ചൊരയുള്ളവരകടിയും ചുവട്ടിലും കൊതുകിന് കൗതുകം നീളം തന്നെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഈ തൊഴിലുറപ്പ് സ്ത്രീകളുമായി ആലപ്പുഴ MP സംവദിക്കുന്ന വീഡിയോ വൈറലായപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് കളിയാക്കലുകളും ട്രോളുകളും ഒക്കെ ആയി വന്നപ്പോഴും നമ്മൾ പറഞ്ഞാണ് KC വേണുഗോപാൽ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ 1-2 ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു, അവർ ആ വീഡിയോ ഇട്ടു എന്ന്, അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ചർച്ചയായത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എമ്പാടും ഒരു UDF അനുകൂല തരംഗം ആഞ്ഞു വീശിയപ്പോഴും കനലൊരു തരിയായി മാത്രം അവശേഷിച്ച ആലപ്പുഴ മണ്ഡലം, ആ ആലപ്പുഴ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് KC വേണുഗോപാൽ മടങ്ങിയെത്തിയപ്പോൾ ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതി ഉണ്ടാക്കിയപ്പോഴൊക്കെ KC വേണുഗോപാൽ അവിടെ വിജയിച്ച് കയറണമെങ്കിൽ അതിന്റെ കാരണം ആലപ്പുഴയിലെ ജനങ്ങൾക്ക് KC വേണുഗോപാലിനെ അറിയാം എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തി, ആലപ്പുഴയുടെ MP ആയി കേരള മന്ത്രിസഭയിലേക്കൊക്കെ എത്തിയതിനു ശേഷം, കേരള നിയമസഭയിലേക്കൊക്കെ എത്തിയതിനു ശേഷം പിന്നീട് ലോക്സഭയിലേക്ക് എത്തുന്നു. അവിടെ ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്ത നേതാക്കന്മാരിൽ ഒരാളായി മാറുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാകുന്നു. പിന്നീട് AICCയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്ന KC വേണുഗോപാൽ ഡൽഹി രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഇപ്പോൾ മോദി, അമിത്ഷാ എന്നൊക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ കൂട്ടുകെട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ പല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി പ്രതിസന്ധിയിലായപ്പോഴൊക്കെ KC വേണുഗോപാലിന്റെ തന്ത്രങ്ങൾ മെനയുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും ഉന്നതിയിൽ നിൽക്കുമ്പോഴും സ്വന്തം നാട്ടിലെ ജനങ്ങളെ അദ്ദേഹം മറന്നുപോയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ പ്രവർത്തനങ്ങളുമായി കൃത്യമായി KC വേണുഗോപാൽ ഉണ്ടായിരുന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന് ലഭിച്ച വമ്പിച്ച വിജയം. ഇനി KC വേണുഗോപാൽ അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വന്നിരുന്നതെങ്കിൽ CPMന്റെ ഏക സിറ്റിംഗ് സീറ്റിൽ NDA അധികാരത്തിലെത്തുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ മികച്ചൊരു പെർഫോമൻസ് അവിടെ നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറുന്നതും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചു എന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നപ്പോൾ CPM സൈബറിടങ്ങൾ പോലും നന്ദി പറയേണ്ടത് KC വേണുഗോപാലാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ വീഡിയോ ഞാൻ ആദ്യം കാണുന്നത് മുഹമ്മക്കാരൻ എന്ന് പറയുന്ന പേജിലാണ്. പിന്നീട് ഐപ്പു വള്ളിക്കാടൻ്റെ പേജിലും, മാധ്യമപ്രവർത്തനായ ഐപ്പേട്ടൻ്റെ പേജിലും ഈ വീഡിയോ നമ്മൾ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മക്കാരൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളായ അഭിഷേകും മിഥുനുമാണ്. എൻ്റെ ഏറ്റവും അടുത്ത അനിയന്മാർ എന്നൊക്കെ പറയാം. കാരണം ഞാനും അഭിഷേകുമൊക്കെ ഒരുമിച്ച് നവകേരള ന്യൂസിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എൻ്റെ സബ് എഡിറ്ററായിരുന്നു അഭിഷേക്. പിന്നീട് അവൻ കേരള സ്പീക്ക് എന്ന് പറയുന്ന ചാനലിൻ്റെ മെയിൻ ഉത്തരവാദിയായി മാറി അതിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൻ്റെ നാട്ടിലെ പ്രാദേശിക വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി അവർ രണ്ടുപേര് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ മുഹമ്മയിലെ വിശേഷങ്ങളാണ് അവർ കൂടുതലായി പങ്കുവയ്ക്കുന്നത്. അസാധ്യമായി സ്ക്രിപ്റ്റ് ചെയ്യുന്ന, അസാധ്യമായി വോയിസ് ഓവർ കൊടുക്കുന്ന, അസാധ്യമായി വിഷ്വൽസ് കൊണ്ട് കഥ പറയാൻ മിടുക്കന്മാരായ 2 ചെറുപ്പക്കാർ, അവരാണ് ഈ മിഥുനും അഭിഷേകും. അപ്പോൾ മിഥുൻ്റെയും ചാനൽ നമ്മൾ ഫോളോവർ ആയതുകൊണ്ട് തന്നെ ഫാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സമയമില്ലാതിരിക്കുമ്പോഴൊക്കെ ഒരു റൈറ്റപ്പ് താടാ എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ചെയ്തു തരുന്നത് ഇപ്പോഴും ആ ബന്ധം സൂക്ഷിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ചാനലിൽ വാർത്ത വരുന്നു. ഞാനത് കണ്ട് സാധാരണഗതിയിൽ ഒരു കുട്ടി, ഒരു ഗൗരി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ്റെ സുഖമില്ലാതിരിക്കുമ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ബൾബ് ഉണ്ടാക്കുന്ന ബിസിനസ്, ആ ബിസിനസ്സിലേക്ക് ആ കുട്ടി വരുന്നു. കുട്ടി തന്നെ ബൾബ് ഉണ്ടാക്കുന്ന വിഷ്വൽസ്, അവരുടെ പണി പൂർത്തിയാകാത്ത വീട്, അവരെ ഉപേക്ഷിച്ചു പോയ അമ്മ, അസുഖബാധിതനായ അച്ഛൻ, പ്രാരാബ്ദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർ, അവർക്ക് ആരെങ്കിലുമൊക്കെ ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും മനോഹരമായ ആ വീഡിയോ അഭിഷേകും മിഥുനും മുഹമ്മദ് പ്രസന്റ് ചെയ്തു. പിന്നീട് ഐപ്പേട്ടനും ഈ പറയപ്പെടുന്ന തരത്തിൽ മനോഹരമായി തന്നെ ആ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ട് ഒരാൾ അവിടേക്ക് ചെല്ലുക, ഒരു രാഷ്ട്രീയക്കാരൻ ചെല്ലുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരിക്കലും ഇത് നിങ്ങൾ PR ആണ്, സ്റ്റണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ഞാൻ പറയാം, ഇങ്ങനെ ആ ഒരു PR ചെയ്യേണ്ട ആവശ്യം KC വേണുഗോപാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഞാൻ അധികാരത്തിന് വേണ്ടി കേരളത്തിൽ ചവരവലിക്കുന്ന ആളല്ല, ഞാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ്, ലോക്സഭാ പ്രതിനിധിയാണ്.
കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. സ്വാഭാവികമായും കേരളം പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഞങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവിടേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് നിലപാട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കാണുമ്പോൾ തൻ്റെ മണ്ഡലത്തിലെ ആ കുട്ടികളെ കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തി അവിടേക്ക് എത്തുകയാണ്. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് എന്താ, കേവലമെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും പുറമേ നോക്കുമ്പോൾ ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഒരു കുടുംബത്തിൻ്റെ തലവര മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം കൃത്യമായി അവിടെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജപ്തിയായി കിടക്കുന്ന പ്രോപ്പർട്ടി റിലീസ് ചെയ്യാൻ ആ സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളുമായി അദ്ദേഹം സംസാരിക്കും. ആ പൂർത്തീകരിക്കാത്ത വീട് അദ്ദേഹം പൂർത്തീകരിച്ചുള്ളൂ. അദ്ദേഹം പൂർത്തീകരിച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ ആയിരിക്കും. ഇപ്പോൾ കെ സി വേണുഗോപാൽ 4 ബിസിനസ്സുകാരോട് വിളിച്ചിട്ട് നിങ്ങളുടെ CSR ഫണ്ടിലോ ചാരിറ്റി ഫണ്ടിലോ ഉൾപ്പെടുത്തി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായും ചെയ്തു കൊടുക്കും. അയാളുടെ കൈയുടെ സർജറി അടക്കം ചികിത്സാ സഹായത്തിനുള്ള വഴി അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറയുകയാണ്. ആ കുട്ടിക്ക് വേണ്ടുന്ന കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. ആ കുട്ടികളെ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ആ കുടുംബത്തെ ഏറ്റെടുക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കുട്ടികളുടെ വിജയമായിട്ടില്ല, ഞാൻ ആ മാധ്യമ പ്രവർത്തകരുടെ വിജയമായിട്ടാണ് ഇതിനെ കാണാനായത്. അഭിഷേകിൻ്റെയും ഇതിൻ്റെയും മുഹമ്മദ് പേജിൻ്റെയും ഒരു വലിയ അവരുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഒരു ദേശീയ നേതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ ഇടുന്നു, അവിടേക്ക് അദ്ദേഹം കടന്നു വരുന്നു, ഈ പറയപ്പെടുന്ന തരത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന, ഇതൊക്കെ ചെയ്യാനല്ലേ ഇവിടെ ജനപ്രതിനിധികൾ വേണ്ടത്? എൻ്റെ സംശയം അവിടെയാണ്. ഇതൊക്കെ ചെയ്യാൻ തന്നെയാണ് ജനപ്രതിനിധികൾ വേണ്ടുന്നത്. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എങ്ങനെയൊക്കെ കളിയാക്കിയാലും എൻ്റെ സംശയം, ഇദ്ദേഹം കപ്പ കഴിക്കാൻ പോയപ്പോൾ ട്രോളിയവരോടാണ്, ഇദ്ദേഹം തൊഴിലുറപ്പ് സ്ത്രീകളുമായി സംവദിച്ചപ്പോൾ ട്രോളിയവരോടാണ്, അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ട്രോളുന്നവരോടാണ്. ഇതിൽ നിങ്ങൾക്ക് ട്രോളാനില്ലേ? ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന കെ സി വേണുഗോപാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് അയ്യോ ദേ കെ സി വേണുഗോപാൽ പറഞ്ഞ വീട് നന്നാക്കി കൊടുത്തിട്ടില്ല കേട്ടോ എന്നൊന്നും അത് ഈ വീഡിയോയുടെ താഴെ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു കാണിക്കാതെ ചെയ്ത് കാണിക്കുക, എന്നിട്ട് അഭിനന്ദിക്കാമെന്നൊക്കെ. ചെയ്ത് കാണിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇവരെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയാ, ഒരു സോഷ്യൽ മീഡിയയിലും ആളുകൾക്കിടയിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇവർ വിചാരിച്ച എന്താ, ലക്ഷ്യ ക്യാമ്പിൽ ഇവർ അടിച്ചു പിടിയുമെന്നാണ് വിചാരിച്ചത്. അവർ ചേർന്ന് നിൽക്കുന്ന ചിരികളോട് പോലും അസ്വസ്ഥരാകുന്ന പല മുഖങ്ങൾ അത് സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചു. കേരള മന്ത്രിസഭയിലെ ജനകീയരെന്ന് നമ്മൾ കരുതുന്ന പല മന്ത്രിമാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അവരെക്കുറിച്ച് വരുന്ന വാർത്തകൾക്കടിയിൽ വരുന്ന കമന്റ് ബോക്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ട്രെൻഡ് എങ്ങോട്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാകും എന്നുള്ളതാണ്. എന്തായാലും ആ കുട്ടികൾക്ക്, ആ കുഞ്ഞിന്, ആ മിടുക്കി കുട്ടിക്ക്, അവളുടെ അനിയത്തിക്ക്, അവളുടെ അച്ഛന് ഒരു നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇത് പുറം ലോകത്തേക്ക് ഈ കുട്ടിയുടെ ടാലന്റിനെ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ടതകളെ അറിയിച്ച ആ മാധ്യമ പ്രവർത്തകർക്ക്, അതുപോലെ തന്നെ ഈ വിഷയം കണ്ട് കൃത്യമായി അതിലേക്ക് ഇടപെട്ട കെ സി വേണുഗോപാലിനൊക്കെ ഒരു മാധ്യമ പ്രവർത്തകർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കുട്ടികളുടെ ഒരു ചാനൽ, അതിൽ വരുന്ന ഒരു വീഡിയോ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോട് അതിൻ്റെ സ്നേഹം, സന്തോഷം പങ്കിടുന്നത് ഔചിത്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.